നമസ്കാരം, ഏവർക്കും ഭക്തമാനസം ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ശ്രീമുരുക കഥയുടെ 9ാം ഭാഗത്തിലേക്ക് കടക്കുകയാണ്. അസുരന്മാരുടെ കഥ. ബൃഹസ്പതി അസുരന്മാരുടെ കഥ പറയാൻ ആരംഭിച്ചു. ധർമ്മിഷ്ഠനും മഹാതപസ്വിയുമായ കശ്യപ മഹർഷിയാണ് അസുരന്മാരുടെ പിതാവ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ദിതി. ആ ദമ്പതിമാർക്ക് ഉണ്ടായ മക്കളാണ് അസുരന്മാർ. ഒന്നും രണ്ടുമല്ല, 66 കോടി മക്കളാണ് അവർക്കുണ്ടായത്. അസുരന്മാരുടെ നായകനാണ് അസുരേന്ദ്രൻ. മംഗളകേശിയാണ് അസുര ചക്രവർത്തിയുടെ ഭാര്യ. ആ ദമ്പതിമാർക്ക് സുരസ എന്ന സുന്ദരിയായ ഒരു മകൾ ജനിച്ചു. അസുരഗുരുവായ ശുക്രാചാര്യൻ സുരസയെ സർവമായാവിദ്യകളും പഠിപ്പിച്ചു. അസുരന്മാരുടെ ശക്തി ക്ഷയിച്ചു വരാൻ ഇടയായാൽ സുരസ പീഡിപ്പിക്കപ്പെടാതിരിക്കണമല്ലോ. തൻ്റെ കഴിവുകൾ പ്രകടിപ്പിച്ചുകൊണ്ട് മിടുക്കിയായി അവൾ വളർന്നു. മായ എന്ന പേരിൽ പ്രസിദ്ധയായി തീർന്നു. അസുരന്മാർക്ക് പരാജയം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാലം. അസുരേന്ദ്രന്റെ ശക്തിയും സമ്പത്തുമെല്ലാം നഷ്ടപ്പെട്ടു. കുലം സംരക്ഷിക്കുവാൻ അസുരഗുരു മാർഗങ്ങൾ ആരാഞ്ഞു സുരസയെ വിളിച്ചു ഉപദേശിച്ചു. കശ്യപ മഹർഷിയെ പ്രാപിച്ച് അസുരവംശം നിലനിർത്താൻ. ആചാര്യന്റെ കൽപ്പനയല്ലേ. അവൾ പിതാവിനോട് അനുവാദം വാങ്ങി കശ്യപ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് പോയി. ഉദ്ദിഷ്ട കാര്യം സാധിക്കണം. അവൾ മഹർഷിയെ മോഹവലയത്തിൽ വീഴ്ത്താൻ ശ്രമം ആരംഭിച്ചു. മായാവൈഭവം കൊണ്ട് അവൾ ആ ആശ്രമത്തെ അത്യാകർഷകമാക്കി തീർത്തു. കമനീയ മണ്ഡപങ്ങളും പൂത്തുനിൽക്കുന്ന വൃക്ഷലതാദികളും കൊണ്ട് ആശ്രമ പരിസരം മനോഹരമാക്കി. പൂന്തോട്ടത്തിലെ സുഗന്ധ പുഷ്പങ്ങൾ സർവത്ര നറുമണം പരത്തി. കശ്യപ മുനി വികാരഭരിതനായി പുറത്തു വന്നു. എന്തൊരത്ഭുതം! ആരാണിത് നിർമ്മിച്ചത്? മഹർഷി ചുറ്റും കണ്ണോടിച്ചു. പ്രകൃതി ഭംഗിയിൽ മയങ്ങിപ്പോയ അദ്ദേഹം അകലേക്ക് നോക്കിയപ്പോൾ അവളെ കണ്ടു. മുനി അടുത്തു ചെന്നു. എന്തൊരു സൗന്ദര്യം! തന്നെ ഭർത്താവായി സ്വീകരിക്കാൻ മുനി അവളോട് അഭ്യർത്ഥിച്ചു. സുന്ദരിയാണ് ഞാൻ. എന്നെ പ്രാപിക്കണമെങ്കിൽ വരൻ സുന്ദരനായിരിക്കണം. പ്രാകൃതനും സുന്ദരിയും എങ്ങനെ ചേരും? അവൾ തൻ്റെ നിബന്ധനകൾ മഹർഷിയെ അറിയിച്ചു. വികാരപരവശനായ മുനി കാമദേവനെ ധ്യാനിച്ച് സുന്ദര രൂപം പൂണ്ടു. സൂര്യൻ അസ്തമിച്ചു. രാത്രിയുടെ ആദിയാമം. മഹർഷിയുടെ സൗന്ദര്യത്തിൽ മായ മതിമയങ്ങി. അവരുടെ സംയോഗത്തിൽ ശൂരപത്മാസുരൻ ജനിച്ചു. എണ്ണിയാൽ ഒടുങ്ങാത്ത വിയർപ്പു തുള്ളികൾ രണ്ടുപേരുടെയും ശരീരത്തിൽ നിന്ന് പുറത്തു വന്നു. ആ വിയർപ്പു തുള്ളികളിൽ നിന്ന് 30,000 അസുരന്മാർ ഉത്ഭവിച്ചു. രണ്ടുപേരും പിന്നീട് സിംഹരൂപം പ്രാപിച്ചു. അങ്ങനെ സിംഹവക്ത്രൻ ജനിച്ചു. അവനെ കണ്ടാൽ ഭയക്കാത്തവരാരുമില്ല. 1000 സിംഹമുഖങ്ങളും 2000 കൈകളും ഉണ്ടവന്. ഘോരരൂപം. സിംഹദമ്പതികളുടെ വിയർപ്പു തുള്ളികളിൽ നിന്ന് 40,000 അസുരവീരന്മാരും പിറന്നു. രാത്രി അവസാനിക്കുന്നില്ല. ദമ്പതിമാർ രാത്രിയുടെ 3ാം യാമത്തിലേക്ക് കടന്നു. രണ്ടുപേരും ആനയുടെ രൂപം ധരിച്ചു. ആനമുഖത്തോടുകൂടി താരകൻ ജനിച്ചു. തത്സമയം ദമ്പതികളുടെ വിയർപ്പു തുള്ളിൽ നിന്ന് 40,000 പേരും ഉത്ഭവിച്ചു. 4ാം യാമത്തിൽ ദമ്പതിമാർ അജത്തിന്റെ രൂപം പ്രാപിച്ചു. അജാമുഖി എന്ന രാക്ഷസി ജനിച്ചു. അപ്പോഴും അവരുടെ വിയർപ്പിൽ നിന്ന് ഘോരരൂപികളായ 30,000 സേനകളുണ്ടായി. പിറ്റേന്നും പല മൃഗങ്ങളുടെയും രൂപങ്ങൾ പൂണ്ട് അവർ വിവിധ തരം രാക്ഷസന്മാരെ ജനിപ്പിച്ചു. അവർ 60,000 പേരുണ്ടായിരുന്നു. നശിച്ചുകൊണ്ടിരിക്കുന്ന വംശം വർദ്ധിക്കാൻ ശുക്രാചാര്യന്റെ ശിക്ഷ കാണിച്ച മായാജാലം. രാക്ഷസ സന്തതികളിൽ പ്രധാനികൾ ശൂരപത്മനും സിംഹവക്ത്രനും താരകനും അജാമുഖിയും എന്ന സുന്ദരിയായ പുത്രിയുമായിരുന്നു. മക്കളെയും രാക്ഷസ സൈന്യത്തെയും സൃഷ്ടിച്ച മായയും മഹർഷിയും അത്യധികം സന്തോഷിച്ചു. എല്ലാം മായയുടെ വൈഭവമായിരുന്നു. അത് തിരിച്ചറിയാൻ മഹർഷിക്ക് ബുദ്ധിമുട്ടില്ലായിരുന്നു. പുത്രന്മാർ മൂവരും മാതാപിതാക്കളെ വന്ദിച്ചു. മഹർഷി അവരോട്
പശു, പതി, പാശം എന്നീ വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കി പ്രവർത്തിക്കാൻ ഉപദേശിച്ചു. പശു എന്നാൽ ആത്മാവും, പതി ഈശ്വരനും, പാശം ബന്ധനവുമാണ്. ഇവ മൂന്നും മനസ്സിലാക്കി ജീവിക്കാൻ കഴിഞ്ഞാൽ ജീവിതത്തിൽ പരാജയം സംഭവിക്കില്ല. ആ സത്യം കശ്യപൻ ഉപദേശിച്ചു. കൂട്ടത്തിൽ മാർക്കണ്ഡേയന്റെ കഥയും പറഞ്ഞു. മഹർഷി മാർക്കണ്ഡേയന്റെ കഥ പുത്രന്മാർക്ക് ഉദ്ബോധിച്ച് അന്തർദാനം ചെയ്തു. പിതാവിന്റെ ഉപദേശങ്ങൾ കൈക്കൊള്ളാൻ മായ പുത്രന്മാരോട് അഭ്യർത്ഥിച്ചു. ഭൂമിയുടെ വടക്കു ഭാഗത്ത് വടദ്വീപം എന്ന പ്രസിദ്ധമായ സ്ഥലമുണ്ട്. അവിടെ ചെന്ന് ശിവനെ പ്രീതിപ്പെടുത്തുന്നതിന് വീരയാഗം ചെയ്യാൻ മക്കളെ നിർബന്ധിച്ചു. മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടാൽ ആവശ്യമായ വരങ്ങൾ വാങ്ങുവാനും ഓർമ്മപ്പെടുത്തി. മായ കശ്യപനോട് യാത്ര പറഞ്ഞ് അപ്രത്യക്ഷയായി. മായയുടെ അസാന്നിധ്യം മുനിയെ ബുദ്ധിമാന്യം ഉള്ളവനാക്കി തീർത്തു. വിവരമറിഞ്ഞ് ബ്രഹ്മദേവനെത്തി പുത്രനെ സമാധാനിപ്പിച്ചു. സംഭവിച്ചതെല്ലാം ഈശ്വരഹിതമാണെന്ന് കരുതി നഷ്ടപ്പെട്ട തപശക്തി വീണ്ടെടുക്കാൻ പരമശിവനെ തപസ് ചെയ്യാൻ ഉപദേശിച്ചു. ശൂരപത്മനും അനുജന്മാരും അമ്മ പറഞ്ഞതനുസരിച്ചുള്ള യാഗത്തിന് ഒരുക്കങ്ങൾ ചെയ്തു. ശുക്രാചാര്യരുടെ പക്കൽ നിന്നും ശിവമന്ത്രങ്ങൾ സ്വീകരിച്ചു. വടദ്വീപിൽ ചെന്ന് യാഗശാലയും അഗ്നികുണ്ഡലങ്ങളും നിർമ്മിച്ച് സേനാനായകന്മാരെ കാവൽ നിർത്തി അമ്മ മക്കൾക്ക് യാഗത്തിനു വേണ്ടുന്ന ദ്രവ്യങ്ങൾ നൽകി അനുഗ്രഹിച്ചു. ശൂരപത്മാസുരന്റെ നേതൃത്വത്തിൽ 10,000 വർഷം ശിവമന്ത്രങ്ങൾ ഉരുവിട്ട് നിഷ്കർഷയോടെ ഹോമവും അനുഷ്ഠിക്കപ്പെട്ടെങ്കിലും പരമശിവൻ പ്രസാദിച്ചില്ല. ശൂരപത്മന്റെ ക്ഷമ നശിച്ചു. അവൻ തൻ്റെ ശരീരത്തിൽ നിന്ന് മാംസം മുറിച്ചെടുത്ത് ഹോമിക്കാൻ തുടങ്ങി. സിംഹമുഖൻ തൻ്റെ തല ഓരോന്നായി അറുത്തെടുത്ത് ഹോമിച്ചു. പക്ഷേ അറുത്തെടുത്ത തല വീണ്ടും മുളച്ചു വന്നു. അവ വീണ്ടും വെട്ടി ഹോമിച്ചു. പരാക്രമശാലിയായ താരകനും തലയെടുത്ത് അഗ്നിയിൽ ഹോമിച്ചു. മൂവരും ജീവനെടുക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. 3 ലോകത്തും ജ്വാലകൾ പരന്നു. വെന്ത മാംസഗന്ധം വ്യാപിച്ചു. ശൂരപത്മൻ അഗ്നികുണ്ഡലത്തിലെ സ്തംഭത്തിൽ കയറി ജീവത്യാഗം ചെയ്തു. കൈലാസം ഇളകി മറിഞ്ഞു. മഹാദേവന് സമാധാനമായി ഇരിക്കാൻ കഴിയാത്ത അവസ്ഥ കൈവന്നു. ഭഗവാൻ വൃദ്ധബ്രാഹ്മണന്റെ വേഷത്തിൽ യാഗശാലയിലെത്തി. വേദമന്ത്രങ്ങൾ ചൊല്ലി സിംഹവക്ത്രന്റെ അടുത്തെത്തി. കാര്യങ്ങൾ ആരാഞ്ഞു. ജ്യേഷ്ഠൻ ജീവത്യാഗം ചെയ്ത വിവരം താരകൻ അതിനു സന്നദ്ധനായി നിൽക്കുകയാണെന്നും മഹാദേവനെ അറിയിച്ചു. എന്നിട്ടും പരമശിവൻ തൃപ്തനാകാതിരുന്നാൽ താനും സർവ അസുരന്മാരും അഗ്നിയിൽ പതിക്കുമെന്നും സിംഹവക്ത്രൻ പറഞ്ഞു. സിംഹവക്ത്രന്റെ വാക്കുകൾ കേട്ടപ്പോൾ ജീവത്യാഗം അരുതെന്ന് വിലക്കി. സകല സൗഭാഗ്യങ്ങളും നൽകാമെന്ന് പരമശിവൻ അരുളി ചെയ്തു. പെട്ടെന്ന് ആകാശഗംഗ ഒഴുകിയെത്തി. യാഗശാലയിലെ അഗ്നികുണ്ഡം കെട്ടടങ്ങി. ഹോമദ്രവ്യങ്ങൾ ഒഴുക്കിൽപ്പെട്ട് അപ്രത്യക്ഷമായി. പുണ്യജലം സ്പർശിച്ച മാത്രയിൽ അഗ്നിയിൽ പതിച്ച ശൂരപത്മൻ മുതലായ അസുരന്മാരെല്ലാം ജീവൻ വെച്ച് എഴുന്നേറ്റു. യാഗത്തിലെ പങ്കാളികൾക്കെല്ലാം പരമശിവൻ അംബികയോടുകൂടി ദിവ്യദർശനം നൽകി. ശൂരപത്മാവും സഹോദരന്മാരും മറ്റും മഹാദേവനെ നമസ്കരിച്ചു. മഹാദേവ സ്തുതികൾ ആകാശത്തിൽ ഉയർന്നു. പരമശിവൻ അസുരന്മാർക്ക് അവർ ആവശ്യപ്പെട്ട ദിവ്യവരങ്ങൾ എല്ലാം നൽകി. വിഷ്ണു മുതലായ ദേവന്മാരോട് യുദ്ധം ചെയ്താൽ പോലും പരാജയമുണ്ടാകില്ലെന്ന് വാഗ്ദാനം ചെയ്തു. തന്റെ ശക്തിക്കല്ലാതെ അസുരന്മാരെ നിഗ്രഹിക്കാനാകുന്നതല്ലെന്ന് ഉറപ്പു നൽകി അനുഗ്രഹിച്ചു. മൂവരും പിതാവായ കശ്യപ മഹർഷിയെ കണ്ടു വണങ്ങി. വീരയാഗത്തെക്കുറിച്ചും ശിവൻ പ്രസന്നനായി വരങ്ങൾ നൽകിയ വിവരവും അറിയിച്ചു. പുത്രന്മാരോട് കുലഗുരു ശുക്രാചാര്യരോട് ഉപദേശം തേടി ജീവിതം ധന്യമാക്കാൻ പറഞ്ഞ് പിതാവ് തപസ് തുടർന്നു. അസുരന്മാർ ശുക്രാചാര്യരുടെ അടുത്ത് ചെന്ന് വന്ദിച്ചു. ഗുരു ദീർഘദൃഷ്ടി കൊണ്ട് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. മൂവരെയും വിളിച്ച് ഗുരു ഉപദേശിച്ചു. പാപവും പുണ്യവും വ്യാജമാണ്. മോക്ഷമെന്ന ഒന്നില്ല. ആത്മാവിനെ പരമസ്വരൂപനായി കാണുക. പരമശിവനെ മാത്രം ബഹുമാനിക്കുക. ഇന്ദ്രനെ ഭയപ്പെടുത്തി ആ പദവി നേടണം.
ദേവന്മാരുടെ എല്ലാ പദവികളും വഹിക്കാൻ അസുരന്മാർ യോഗ്യരാണ്. ശുക്രാചാര്യരുടെ ഉപദേശങ്ങൾ കേട്ട ശേഷം മൂവരും സൈന്യസമേതം ദിഗ്വിജയത്തിനായി പുറപ്പെട്ടു. അസുരന്മാരുടെ യാത്ര പരമശിവൻ അനുഗ്രഹിച്ചു നൽകിയ ഇന്ദ്രവിമാനത്തിലായിരുന്നു. ഇന്നത്തെ ശ്രീമുരുക കഥ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ഭാഗത്തിൽ ദിഗ്വിജയം